പാലസ്തീൻ ഭീകര സംഘടനയായ ഹമാസ് സ്വവർഗ ബന്ധമുള്ള സ്വന്തം പോരാളികളെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തതായി രഹസ്യരേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ദ ന്യൂയോർക്ക് പോസ്റ്റിലെ ഒരു റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള പല രേഖകളും പുറത്തു വരുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന ആക്സസ് ചെയ്ത രേഖകളിൽ തടവിൽ കഴിഞ്ഞിരുന്ന ചില പുരുഷന്മാരായ ഇസ്രായേലി ബന്ദികളെ ഹമാസ് ഭീകരർ ബലാത്സംഗം ചെയ്തതായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭീകര സംഘടനയുടെ ധാർമ്മികത പരിശോധനകളിൽ പരാജയപ്പെട്ട 94 ഹമാസ് റിക്രൂട്ട്മെന്റുകളെ രേഖയിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കുറ്റകൃത്യങ്ങളിൽ സ്വവർഗ ബന്ധങ്ങൾ പുലർത്തുക, നിയമപരമല്ലാത്ത ബന്ധങ്ങളിൽ സ്ത്രീകളുമായി പ്രണയത്തിൽ ഏർപ്പെടുക, കുട്ടികളെ ബലാത്സംഗം ചെയ്യുക, പ്രകൃതി വിരുദ്ധ പീഡനം എന്നിവ ഉൾപ്പെടുകയും ചെയ്യുന്നു. മിക്ക ഹമാസ് അംഗങ്ങളും ഇന്റലിജൻസ്, സൈനിക, ആഭ്യന്തര മന്ത്രാലയങ്ങളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ സ്വവർഗ ബന്ധങ്ങൾ നിയമവിരുദ്ധമാണ്. അത് തടവ് ശിക്ഷയും മരണത്തിന് വരെ സാധ്യതയുണ്ട്. 2012-നും 2019-നും ഇടയിൽ അജ്ഞാതമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഗേ ഹമാസ് അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അയാൾക്ക് ഫേസ്ബുക്കിൽ പ്രണയബന്ധമുണ്ട്. അയാൾ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. പെരുമാറ്റപരമായും ധാർമ്മികമായും അയാൾ വ്യതിചലിക്കുന്നുണ്ട്. രഹസ്യരേഖ പ്രകാരം ഹമാസ് അംഗത്തിനെതിരായ ആരോപണങ്ങളിൽ ഒന്നാണിത്. അയാൾ നിരന്തരം ദൈവത്തെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് മറ്റൊരു ആരോപണത്തിൽ അവകാശപ്പെടുകയും ചെയ്യുന്നു. എന്തൊക്കെയായാലും സ്വവർഗരതിയുടെ പേരിൽ ഹമാസ് സ്വന്തം പ്രവർത്തകരെ വധിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. 2016-ൽ ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ഹമാസ് ഉന്നത കമാൻഡർ മഹ്മൂദ് എഷ്താവിയെ സംഘടന വധിച്ചിരുന്നു. ഇയാൾ ഒരു ഇസ്രായേലി ചാരനാണെന്നും ഹമാസ് അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു.